പെരുന്നാളൊക്കെ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ വീട്ടിൽ ചെന്നാൽ പിന്നെ അടുക്കളയിലേക്ക് കയറാൻ ഭയങ്കര മടിയാണ് കേട്ടോ. രാവിലെ കുറച്ച് നേരം വൈകിട്ടാണ് ഞാൻ എണീറ്റ് വന്നത്. അപ്പോഴേക്കും ഉമ്മയും നാത്തൂനും ചായയും കടിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് ദോശയൊക്കെ ചൂടാൻ സഹായിച്ചു കൊടുത്തു. രാവിലെ റിസോർട്ടിലേക്ക് വേണ്ട ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ നിന്നാണ് കേട്ടോ ഉണ്ടാക്കി കൊടുത്ത് വിടുന്നത്, ആങ്ങൾ നിൽക്കുന്ന റിസോർട്ടിലേക്ക്. അപ്പോൾ ദോശ, ഇഡ്ഡലി അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ നമുക്കിത് കഴിക്കാനായിട്ട് പൂരിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ പുറത്തു കൂടെയൊക്കെ ഒന്ന് ചുറ്റിക്കിറങ്ങി രാത്രിയാണ് കേട്ടോ വീട്ടിലെത്തിയിട്ടുണ്ടായത്. പിന്നെ രാവിലെയാണ് പുറത്തേക്ക് ഇറങ്ങി ഓരോന്നൊക്കെ വീഡിയോസ് എടുക്കാനൊക്കെ ആയിട്ട് വരുള്ളൂ. 2 ദിവസം നല്ല കാലാവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോൾ 2 ദിവസം നിന്ന് മൂന്നാമത്തെ ദിവസമാണ് തിരിച്ചിങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നത്. ഇഡ്ഡലി ദോശയൊക്കെ ആയിരിക്കും കേട്ടോ റിസോർട്ടിലേക്ക് രാവിലെ കൊടുത്ത് വിടാനായിട്ട് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു തിരക്കായിരിക്കും രാവിലെ. പിന്നെ മൂന്നാമത്തെ ദിവസം നല്ലൊരു മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു തണുത്തൊരു കാലാവസ്ഥയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ച് പോരുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. തിരിച്ച് പോരുന്ന സമയത്ത് നമുക്ക് ഉച്ചയ്ക്ക് ഇവിടെ വന്നിട്ട് കറി വെക്കാനായിട്ട് ഞാനൊരു ചക്കയൊക്കെ ഇട്ട് അതൊക്കെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് മുറിച്ചൊക്കെ ചക്ക കൂട്ടാനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ വർഷം നമുക്ക് ആദ്യമായിട്ടാണ് കേട്ടോ പച്ചച്ചക്ക കിട്ടുന്നതും പുഴുക്കുണ്ടാക്കുന്നതൊക്കെ. വല്ലാത്തൊരു കൊതിയായിരുന്നു കേട്ടോ ചക്ക പുഴുക്ക് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാനായിട്ട്. അങ്ങനെ എന്തായാലും വീട്ടിൽ നിന്ന് വരുമ്പോൾ ചക്കയും കിട്ടി, ബീഫ് കറിയൊക്കെ വെച്ചു, പിന്നെ ചോറൊക്കെ വെച്ച് പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ചോറും ഒക്കെ കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ ചെന്നാൽ പിന്നെ വീഡിയോസൊന്നും എടുക്കാനായിട്ട് സമയം കിട്ടൂല. പിന്നെ ഓരോ വർത്താനം കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കും കേട്ടോ. പിന്നെ വീഡിയോസൊന്നും കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ കുഞ്ഞു വിശേഷമൊക്കെ ഇതിങ്ങനെ എടുത്തു വെച്ചതാണ്. അപ്പോൾ ഇന്ന് അങ്ങോട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നമുക്ക് നാളെ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ.